ഇന്ന് സഭയായിട്ട് ദൗത്യ ഞായറായിട്ട് വേർതിരിച്ചിരിക്കുന്നു. മിഷൻ സൺഡേ. ഇന്നത്തെ ആലോചനകൾക്ക് ആധാരമായിട്ട് എവൻഗേലിയോൻ ഭാഗമായിട്ട് വായിച്ച വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗം. The Gospel according to Saint Luke, chapter 10, verses 1 to 12. Mission as sharing the pain of God. ദൗത്യം ദൈവിക നൊമ്പരങ്ങളുടെ പങ്കിടൽ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ ആരാധനയിലൂടെ വീണ്ടും തിരുസാന്നിധ്യം രുചിച്ചറിയുവാനും ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നിന്നെ ആരാധിപ്പാനും ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായി സ്തുതി. ദൈവമേ, നിന്റെ വചനങ്ങളിലൂടെ നീ ഞങ്ങളെ തണുപ്പിക്കുന്നതിനാലും ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതിനാലും നിനക്ക് സ്തുതി. പ്രാർത്ഥനാപൂർവം തിരുസന്നിധിയിൽ അടുത്തു വന്നിരിക്കുമ്പോൾ കരുണ തോന്നി ഞങ്ങളുടെ അയോഗ്യതകളെ നിന്ദിക്കാതെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ വാക്കുകളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി അവിടുത്തെ വരവ് വരെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ലോകത്തുള്ള പല മതങ്ങളും തത്വശാസ്ത്രങ്ങളും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് ഫീലിങ്സ് ഇല്ല എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. ഫീലിങ്സ് ഉള്ള ദൈവം ഒരു താഴ്ന്ന ദൈവസങ്കല്പമാണ് എന്ന് പൊതുവെ കരുതപ്പെടും. ഗ്രീക്ക് മിത്തോളജിയിലേക്ക് നോക്കിയാൽ സ്വർഗത്തിൽ വിരാജിക്കുന്ന ഒരു ദൈവം, ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനെക്കുറിച്ച് വലിയ ബോധമോ ചിന്തയോ ഒന്നുമില്ല. an indifferent God. മറ്റ് പല മത സംവിധാനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ വേദനകളെ അതിനെക്കുറിച്ച് യാതൊരു ഫീലിംഗുമില്ലാത്ത ഒരു ദൈവസങ്കല്പം. എന്നാൽ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കൾ വേദപുസ്തകത്തിൽ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, അവർ ഗോഡ് ഈസ് എ സെൻസിറ്റീവ് ഗോഡ്. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് അതിനാൽ ബാധിക്കപ്പെടുന്നവനാണ്. നിശ്ചയമായിട്ടും വേദപുസ്തകത്തിലെ ദൈവസങ്കല്പത്തെ നിസ്തുലമാക്കുന്ന ഒരു അനുഭവം, മനുഷ്യന്റെ വേദനകളും മനുഷ്യന്റെ ജീവിത അനുഭവങ്ങളും ദൈവത്തെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എ സെൻസിറ്റീവ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഒരു ചോദ്യം ദൈവം ഉന്നയിക്കുകയാണ്, ആദമേ നീ എവിടെ? ഈ ചോദ്യത്തിൻ്റെ സോഴ്സ്, അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ആധാരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് സാഡൻഡ്. ദൈവം ദുഃഖിതനാണ്, ദൈവം മുറിവേറ്റവനാണ്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തള്ളിക്കളയുമ്പോൾ ദൈവം ദുഃഖിക്കുന്നു. ആ ഒരു വേദനയിൽ നിന്നാണ് ആദമേ നീ എവിടെ എന്നുള്ള ചോദ്യം തന്നെ ഉദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഷൻ എന്നുള്ള ആ ഒരു ആശയത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഞാൻ അതിനെ കാണുവാൻ ശ്രമിക്കുന്നത്, ഇറ്റ്സ് എൻ ഔട്ട്കം ഓഫ് ഗോഡ്സ് സെൻസിറ്റിവിറ്റി. ദൈവത്തിൻ്റെ വൈകാരികമായ വിചാരത്തിൽ നിന്ന് ഉളവാകുന്ന ഒന്നാകുന്നു മിഷൻ, ദൗത്യം. ദൈവത്തിൻ്റെ ഫീലിങ്സിൽ നിന്ന് ഉളവാകുന്നതാകുന്നു ദൗത്യം.
നോഹയുടെ ജനറേഷനിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനുഷ്യവർഗത്തിൻ്റെ ആകമാനമായ അവസ്ഥയിൽ ഹൃദയം തകർന്നവനായ ഒരു ദൈവം, അവിടെ ഉപയോഗിക്കപ്പെടുന്നതായൊരു വാക്ക്, അതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കിയാൽ a deep sigh of painful sorrow, വളരെ വേദനിപ്പിക്കുന്നതായ സങ്കടത്തിൽ നിന്നുളവാകുന്ന ഒരു ദീർഘനിശ്വാസത്തെക്കുറിച്ച് നോഹയുടെ അനുഭവങ്ങൾ ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വേദനയിൽ നിന്നാണ് ദൈവം നോഹയോട് പറയുന്നത്, നീ പോയി അവരോട് പറയണം. അതുകൊണ്ട് തന്നെയാണല്ലോ വേദപുസ്തകം നോഹയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, നീതി പ്രസംഗിയായ നോഹ. ദൈവത്തിൻ്റെ വേദനയിൽ നിന്നാണ് മിഷൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. പുറപ്പാട് പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ദേവാലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ആശാം പി തോമസ് അച്ഛൻ പ്രസംഗിച്ചതായ ആശയം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. തീച്ചൂളയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു ദൈവം, മരുഭൂമിയിൽ കത്തുന്ന മുൾപടർപ്പിന് നടുവിൽ പ്രത്യക്ഷനാകുന്ന ഒരു ദൈവം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ യുണീക്കായിട്ടുള്ളൊരു ഇമേജറി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ജനം വെന്തു നീറുമ്പോൾ വേദന സഹിക്കാനാവാതെ അഗ്നിക്കാവടിയാകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം പറയുകയാണ്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട് അവരുടെ നിലവിളി കേട്ട് അവരുടെ വേദനയിൽ മനസ്സലിയുന്ന ദൈവം പോലും അഗ്നിയിൽ എരിയുന്നതായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ആ വേദനയിൽ നിന്നാണല്ലോ മിഷൻ തുടങ്ങുന്നത്, മോശയുടെ ദൗത്യം. വീണ്ടും പ്രവാചക പുസ്തകങ്ങൾ ഓരോന്നായിട്ട് പരിശോധിച്ചാൽ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പ്രവാചകന്മാരൊക്കെയും ദൈവത്തിൻ്റെ ഈ ദുഃഖത്തെയാകുന്നു മനുഷ്യനുമായിട്ട് പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുന്നത്. ഇസ്രായേൽ ജനം തങ്ങളുടെ വഴികളിൽ നിന്ന് എപ്പോഴൊക്കെ വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രവാചക ശബ്ദം വളരെയധികം ശക്തമായി വരുന്നു. പ്രത്യേകിച്ച് യെരമിയ പ്രവാചകനെ വിശേഷിപ്പിക്കുന്നത് വിലപിക്കുന്ന പ്രവാചകൻ എന്നാണ്. അദ്ദേഹം കരയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ അകൃത്യം നിമിത്തം കരയേണ്ടതിന് എൻ്റെ കണ്ണുകൾ ഒരു നീരുറവയായിരുന്നെങ്കിൽ, എൻ്റെ തല മുഴുവൻ വെള്ളമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഇവിടെയൊക്കെ നാം കാണുന്നത് ദൈവദാസന്മാർ അതത് കാലങ്ങളിൽ ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വേദനയിലായിരുന്നു അവരൊക്കെയും പങ്കാളികളായിക്കൊണ്ടിരുന്നത്. ദൗത്യം വേറൊന്നുമല്ല, ദൈവത്തിൻ്റെ വേദനയിൽ പങ്കാളികളാവുക എന്നുള്ളത് തന്നെ. The prophet shares God's sensitivity or pain. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ എബ്രായ ലേഖന കർത്താവ് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഗോഡ് ദ ഗ്രേറ്റസ്റ്റ് മിഷണറി, ദൈവം ഏറ്റവും ഉന്നതനായ ഒരു മിഷണറി ആയിട്ടും പുതിയ നിയമം നമ്മെ മനസ്സിലാക്കുന്നു. തൻ്റെ പുത്രനെ പോലും ആദരിക്കാതെ അവനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതായ ഒരു ദൈവം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇൻകാർണേഷൻ അഥവാ ജഡാവതാരം എന്നൊക്കെ പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് മിഷനാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദ ഗ്രേറ്റസ്റ്റ് ഷെയറിംഗ് ഓഫ് പെയിൻ വിത്തിൻ ട്രിനിറ്റിയാണ്. പിതാവിൻ്റെ സംഘർഷം, വേദന മനസ്സിലാക്കുന്ന പുത്രൻ ഈ ലോകത്തിലേക്ക് ദൗത്യവാഹകനായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കടന്നു വരുന്നതായ ഒരു അനുഭവം ഇൻകാർണേഷനിലൂടെ സംഭവിക്കുന്നത്. ദൈവത്വത്തിൻ്റെ ഉള്ളിലേക്ക് മരണത്തെയും ബലഹീനതയും തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. നമ്മളുടെ ഓരോരോ ജീവിത അനുഭവങ്ങളെക്കുറിച്ചും വളരെയധികം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നവനാകുന്നു നമ്മുടെ ദൈവം. God is not an indifferent God as far as our faith is concerned. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദൈവം നമ്മുടെ ഓരോ ജീവിതാനുഭവങ്ങളെയും കുറിച്ചും ചിന്ത ഉള്ളവനാണ്.
അറിയാതെയെങ്കിലും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, ദൈവത്തിന് എൻ്റെ കാര്യത്തിലൊന്നും വലിയ താല്പര്യം ഇല്ല എന്ന്. ഒരിക്കലുമല്ല. ദൈവം എന്നെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് ഞാനിനിയും അവനെ അനുസരിക്കുന്നില്ല, ഒരിക്കലും പറയരുത്. ചിലരെങ്കിലും ഭയത്തിൽ നിന്ന് ദൈവത്തെ അനുസരിക്കുന്നതായ പ്രവണതകൾ കാണിക്കാറുണ്ട്. ദൈവം ഇന്നതൊക്കെ അങ്ങ് ചെയ്തു കളയും, അതുകൊണ്ട് നമുക്ക് ദൈവത്തെ അനുസരിക്കാം. നോ, ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തോടുള്ള അനുസരണം പുറപ്പെടേണ്ടത് ദൈവത്തിനും ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതായ ഒരു ചിന്തയിൽ നിന്നായിരിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തെ ദുഃഖിപ്പിക്കും, അതുകൊണ്ട് ഈ സ്നേഹവാനായ ദൈവത്തെ ഞാൻ ദുഃഖിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളതായ ഒരു മനസ്ഥിതിയിൽ നിന്നാകണം ദൈവത്തോടുള്ള അനുസരണം എല്ലായ്പ്പോഴും പുറപ്പെടേണ്ടുന്നത്. അതുകൊണ്ട് പുത്രനായിട്ട് നൽകപ്പെട്ടതായ ഈ നിയോഗം, പുത്രന് നൽകപ്പെട്ടതായ ഈ നിയോഗം പുതിയ നിയമത്തിൽ നാം വീണ്ടും വായിക്കുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് അത് നൽകുകയാകുന്നു. ദ ഗ്രേറ്റ് കമ്മീഷൻ, മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെടണം എന്ന് പറയുന്നു. എങ്ങോട്ടാണ്? ഈ വേദനയുടെ പങ്കുകാരായി ദൈവത്തിൻ്റെ ഈ നൊമ്പരം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ലോകമെമ്പാടും നിങ്ങൾ ചിതറുക. അതിൻ്റെ ബാക്കിപത്രമാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നതായ അപ്പോസ്തോലിക പിന്തുടർച്ചയുണ്ടെന്ന് പറയുന്നതായ ഈ സഭയുടെ കൂടിവരവിൻ്റെ ഉദ്ദേശവും. Why are we here? നാം എന്തുകൊണ്ട് ഇവിടെ ഒരു സഭയായി നിലനിൽക്കുന്നു? 70 വർഷമായല്ലോ ഇവിടെ സഭയായിട്ട്, ഇടവകയായിട്ട് നാം നിലനിൽക്കുന്നു. എന്തിനായിട്ട് ഇവിടെ നിൽക്കുന്നു? എന്താണ് നമ്മളുടെ ഈ നിയോഗത്തിന്റെ അടിസ്ഥാനം? We are here to share in God's mission, to share God's pain and agony for the world. ഈ ലോകത്തിന്റെ നൊമ്പരത്തെ, ലോകത്തെ കുറിച്ചുള്ള നൊമ്പരത്തെ പങ്കുവയ്ക്കുവാനായി ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഷെയറിങ് നടക്കുന്നത്? നമ്മുടെ വേദഭാഗത്തിൽ അതിന് സഹായകരമായ ചില ആശയങ്ങളുണ്ട്. അത് കേവലം 5 പോയിന്റുകളായിട്ട് ഷെയർ എന്നുള്ള അക്രോണിം ഉപയോഗിച്ചുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. How can we share in the pain of God? How can we share in God's mission? ഈ വാക്കുകൾ ഓർത്തിരിക്കുക. 1, Number 1, as signing up as a worker. എസിൻ്റെയാണ്, ഷെയറിൻ്റെ S. Signing up as God's worker. Number 2, H, handling the wolves. Number 3, A, accepting probable rejection. Number 4, relying on God's resources. And number 5, E, executing divine plans rapidly. ഓർത്തിരിക്കാൻ പ്രയാസമുള്ളവർ ഷെയർ എന്നുള്ള വാക്ക് ഓർത്താൽ മതി. അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ വാക്കുകൾ. ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൗത്യത്തിൽ പങ്കാളികളാകുവാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈനിങ് അപ്പ് ആസ് ഗോഡ്സ് വർക്കർ. ഇവിടെ പറയുന്നു, അനന്തരം കർത്താവ് 70 പേരെ അയച്ചു. അവരോട് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ഇല്ല, കുറവാ. വിളവെടുപ്പ് എപ്പോഴെങ്കിലും സങ്കടം ആയിട്ടുണ്ടോ? Is any time a harvesting time becoming a source of sorrow? Definitely. ദൈവം പറയുകയാണ്, വിളവിനാണെങ്കിൽ ഇഷ്ടംപോലെ വിളവുണ്ട്, കൊയ്യാൻ എനിക്ക് ആളില്ല. ദൈവിക വേദനയിൽ പങ്കുചേരുവാൻ എനിക്ക് ആളിനെ കിട്ടുന്നില്ല. 70 വർഷമായ പ്രിംറോസ് റോഡ് മാർത്തോമ ഇടവകയോട് ഞാൻ ചോദിക്കട്ടെ, അനേകർ ഈ വേദനയിൽ പങ്കുകാരാകുവാൻ തങ്ങളുടെ നിയോഗസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഇവിടെയുണ്ട്, നിശ്ചയമായിട്ടും. എന്നാൽ കർത്താവിൻ്റെ ഈ വേദനയിൽ പങ്കെടുക്കുവാൻ മുഴുസമയം തങ്ങളുടെ ജീവിതം നൽകുവാൻ ഇവിടെ നിന്ന് എത്ര പേർ ഉണ്ടായിട്ടുണ്ട്? ഒരു ജീവിതം ഈ കർത്താവിന് വേണ്ടി നൽകി എന്നുള്ളതായ
അഭിമാനത്തോടു കൂടെയാണ് നിങ്ങളുടെ മുൻപാകെ ഈ ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത്. കർത്താവിന് വേണ്ടി ഈ വേലയിൽ സൈനപ്പ് ചെയ്യുവാൻ എത്ര പേർക്ക് സാധിക്കും? 2, ഹാൻഡ്ലിങ് ദ വൂൾവ്സ്. കർത്താവ് പറയുകയാണ് 3-ാം വാക്യത്തിൽ, ചെന്നായ്ക്കളുടെ നടുവിലേക്കാകുന്നു ഞാൻ നിങ്ങളെ അയക്കുന്നത്. ദൈവത്തിന് വേദന പങ്കിടേണ്ടുന്നത് ചെന്നായ്ക്കളുടെ മധ്യത്തിൽ തന്നെയാണ്. ആരാണ് ഈ ചെന്നായ്ക്കൾ? മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം പറയുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ എത്രയാ. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. ഹൂ ആർ ദീസ് വൂൾസ്? ദുരുപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിൽ, ദുഷ്ടത ലാക്കോടുകൂടെ സുവിശേഷം പ്രസംഗിക്കുന്നതായ അനേകരുടെ മധ്യത്തിൽ ഈ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽപ്പാൻ നമുക്ക് സാധിക്കുമോ? 3, അക്സെപ്റ്റിംഗ് പ്രോബബിൾ റിജക്ഷൻ. ഈ വേലയിൽ പ്രവേശിക്കുമ്പോൾ, ഈ ദൗത്യത്തിൽ പങ്കുകാരാകുമ്പോൾ പൂർണ്ണ മനസ്സോടെ എല്ലാവരും നമ്മെ സ്വീകരിക്കും എന്ന് കർത്താവ് ഒരിക്കലും വാഗ്ദത്തം ചെയ്തിട്ടില്ല. സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളാകുന്ന, ദൗത്യത്തിൽ പങ്കാളികളാകുന്ന ആരെയും ലോകം സ്വീകരിക്കണം എന്ന നിർബന്ധം ഇല്ല. അതുകൊണ്ട് തന്നെയാകുന്നുവല്ലോ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ ആരെങ്കിലും സ്വീകരിച്ചില്ല എങ്കിൽ എന്ന് ഒരു വാക്ക്. റിജക്ഷൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വേലയിലേക്ക് പങ്കുകാരാകുവാനാകുന്നു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സുഖകരമായ അനുഭവങ്ങൾ തേടുന്നതായ ആധുനിക ആത്മീയത, അതിൻ്റെ മധ്യത്തിൽ ഒരു വെല്ലുവിളിയായിട്ടാകുന്നു സത്യസുവിശേഷം നിലകൊള്ളുന്നത്. കർത്താവിന് വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി വേദന സഹിക്കുവാൻ, പോസിബിൾ റിജക്ഷനെ സ്വീകരിപ്പാൻ സന്നദ്ധമാകുന്നതാണ് സുവിശേഷ വേല, ദൗത്യം എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റിലൈയിങ് ഓൺ ഗോഡ്സ് റിസോഴ്സസ്. 4-ാമത് ഞാൻ അതാണല്ലോ പറയാൻ ശ്രമിച്ചത്, ദൈവിക നിക്ഷേപങ്ങളിൽ ആശ്രയിക്കുക. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? കർത്താവിൻ്റെ വചനം അവിടെ പറയുന്നു 4-ാം വാക്യത്തിൽ, നിങ്ങൾ പോകുന്ന വഴിക്ക് വടിയും സഞ്ചിയും പൊക്കണവും ചെരുപ്പും ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇറ്റ് വിൽ ഓൾ ബി പ്രൊവൈഡഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഇതോടൊപ്പം നിറവേറ്റുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാകുന്നു നമുക്കുള്ളത് എന്നുള്ള ബോധ്യത്തോടുകൂടെ വേണം ദൈവത്തിൻ്റെ വേദനയിൽ പങ്കുകാരാകുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ. അവിടെ പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനെ ബാധിക്കുവാൻ പാടില്ല. 5, accepting or rather executing divine plans rapidly. ഇത് വേഗതയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 4-ാം വാക്യത്തിൽ പറയുന്നു, പോകുന്ന വഴിയിൽ വന്ദനം ചെയ്യാനൊന്നും സമയമെടുക്കരുത്. ആരെയും കണ്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒന്നും പറയാൻ നിങ്ങൾക്ക് സമയമില്ല. ജസ്റ്റ് മൂവ് ഓൺ. ദിസ് ഹാസ് ടു ബി ഡൺ റാപ്പിഡ്ലി. ഈ ജോലി, ഈ ഉത്തരവാദിത്വം, ഈ ദൗത്യം ചെയ്യേണ്ടുന്നത് വളരെയധികം തിരക്കോടുകൂടിയാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദൗത്യത്തിൽ പങ്കുകാരാകുവാൻ, അവൻ്റെ വേദന മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ആ വേദനയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നാം എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ദൗത്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ജക്കോമോ പച്ചീനി എന്ന് പറയുന്നതായ ഒരു ഇറ്റാലിയൻ കമ്പോസർ ഉണ്ടായിരുന്നു. അദ്ദേഹം 1922 ക്യാൻസർ ബാധിതനായി. വളരെ പ്രശസ്തമായ അനേകം ഓപ്പറകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നാൽ അവസാനമായിട്ട് താൻ ചെയ്തുകൊണ്ടിരുന്നതായ ടുറാൻഡോട്ട് എന്ന് പറയുന്നതായ ഒരു ഓപ്പറ, ആ ഓപ്പറയുടെ പ്രസൻറ്റേഷൻ ഫൈനൽ സ്റ്റേജിലേക്ക് അടുക്കുമ്പോഴാണ് താൻ മരണപ്പെടുവാനുള്ള ഒരു സാഹചര്യം വരുന്നു എന്ന്